السلام عليكم ورحمة الله. الحمد لله. اللهم صل وسلم على عبدك ورسولك نبينا മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധികളെ നേരിടുന്നതിനെക്കുറിച്ചായിരുന്നു നാം പറഞ്ഞു വന്നത്. മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെയാണ് നാം ഓരോന്നും പറഞ്ഞത്. നോക്കൂ, പ്രതിസന്ധികൾ അതിശക്തമായി വന്ന് നാം ഇടുങ്ങുന്ന ഘട്ടം വരും. വിശേഷിച്ചും ഇപ്പോൾ നാം പറയുന്നത് സാമൂഹ്യ പ്രതിസന്ധികളെക്കുറിച്ചാണ്. അത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടാകണം എന്നത് അല്ലാഹു തആല ഫിർഔന്റെ വാരിയിലൂടെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് അത്യത്ഭുതകരമാണ്. സൂറത്ത് തഹ്രീം അതിലെ 11-ാമത്തെ വചനം വല്ലാത്ത അത്ഭുതമാണ്. وضرب الله مثلا للذين آمنوا امرأة فرعون. മുഅ്മിനുകൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിർഔന്റെ ഭാര്യയെ എടുത്ത് കാണിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നോക്കൂ, ഭരണകൂട ഭീകരതയുടെ സാമ്രാജ്യത്വത്തിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണമുണ്ടാകും എന്ന്. ആ ഒരു സംരക്ഷണം അള്ളാഹു ഏർപ്പെടുത്തിയ രീതിയാണ് ഇത്. ഫിർഔന്റെ ഭാര്യയെയാണ് മുഅ്മിനുകൾക്ക് ഉപമയായി അള്ളാഹു അവൻ്റെ സംസാരത്തിൽ ഗൗരവത്തോടുകൂടി എടുത്തു പറയുന്നത്. എന്തായിരുന്നു അവർ ചെയ്തത്? അവരെ വല്ലാതെ വിരിഞ്ഞു മുറുക്കി. പ്രതിസന്ധികളും പ്രയാസങ്ങളും മേൽക്കുമേൽ വന്നു. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അവരിൽ നിന്ന് വന്ന ഒന്നാമത്തെ വികാരം, ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഒന്നാമത്തെ വികാരം അതാണ്. റബ്ബേ, എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴെങ്കിലും പ്രതിസന്ധികൾ മേൽക്കുമേൽ വന്നു ചേരുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊന്നുമില്ലാത്ത സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളെ എത്തിക്കേണ്ടത്. പ്രതിസന്ധികൾ വരുമ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന ഇനി അങ്ങോട്ട് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്നതാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, രണ്ടാമതാണ് അവർ പ്രാർത്ഥിക്കുന്നത്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. റബ്ബേ, ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. നോക്കൂ, രണ്ടാം സ്ഥാനമാണ് അതിന്. സ്വന്തം ഭർത്താവാണ് ഫിർഔൻ. എന്നിട്ടും ഇവിടെ താൻ വിശ്വസിക്കുന്ന ആദർശത്തിനും തനിക്ക് കിട്ടിയ പ്രകാശത്തിനും എതിരായി അവൻ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ്. കൊട്ടാരത്തിലെ സുഖങ്ങളോട് ഒട്ടിച്ചേരാനല്ല പ്രതിസന്ധികൾ ഫിർഔന്റെ പത്നിയെ പഠിപ്പിച്ചത്. മറിച്ച് ആ കൊട്ടാരത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് എനിക്ക് മാറണം. വനജ്ജിനി മിൻ ഫിർഔന വഅമലി. അവിടെ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അതായിരുന്നു. അതും രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ജനങ്ങളുടെ പ്രയാസങ്ങളെ അവർ ഭയപ്പെട്ടത്, അല്ലെങ്കിൽ രക്ഷ കിട്ടാൻ വേണ്ടി അവർ ദുആ ചെയ്തത് മൂന്നാമതായിട്ടായിരുന്നു. നമുക്കൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ ഇത്. നമ്മളെപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് സ്വർഗത്തെയാണ്. ഒന്ന്. രണ്ട്, പ്രതിസന്ധികളുടെ സോഴ്സിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് രണ്ടാമതായാണ്. മൂന്ന്, പ്രതിസന്ധികൾ ഉണ്ടാക്കി തീർക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് മൂന്നാമതായാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളും ഇങ്ങനെയാകണം.
അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരൻ ഡോക്ടർ ഷാൻ വീട്ടിൽ എത്തിയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് ആശ്വാസവും സമാധാനവും നൽകിയിട്ടുണ്ട് എന്നാണ് അറിവ്. അല്ലാഹു തആല പൂർണ്ണമായ ആരോഗ്യം, പൂർണ്ണമായ സമാധാനം അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പൂർണ്ണമായ ആരോഗ്യത്തോടെ, പൂർണ്ണമായ ഉന്മേഷത്തോടെ, ഉണർവോടെ ഞങ്ങളുടെ കൂടെ ഈ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും തിരിച്ചെത്താൻ അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണമേ. ഞങ്ങളിലുള്ള രോഗികൾക്കെല്ലാം റബ്ബേ സമാധാനവും ആശ്വാസവും നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. വാർദ്ധക്യത്തിൻ്റെ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് റബ്ബേ നീ എത്രയും പെട്ടെന്ന് സമാധാനം നൽകണമേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.